ഹായ് ഗൈസ്, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കെ ഡ്രാമയായ ട്രൂ ബ്യൂട്ടിയെക്കുറിച്ചാണ്. റൊമാൻസ്, കോമഡി, ഇമോഷൻ നിറഞ്ഞ ഒരു ഡ്രാമയാണിത്. ആദ്യം കാണിക്കുന്നത് നമ്മളുടെ കഥാനായികയുടെ ചെറുപ്പകാലമാണ്. ചെറുപ്പം മുതലേ സൗന്ദര്യത്തിന്റെ പേരിൽ അവഗണനയും കളിയാക്കലും കേട്ടാണ് അവൾ വളർന്നത്. ഇതാണ് നമ്മുടെ കഥാനായിക. അവളുടെ പേര് ലിംജിക്കു എന്നാണ്. നിരന്തരം സൗന്ദര്യത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു സേമി. സേമിക്കുള്ള ഫുഡ് ലിംജിക്കു ആണ് ക്യാൻറ്റീനിൽ നിന്ന് സ്ഥിരമായി കൊണ്ടുകൊടുക്കുന്നത്. സേമിക്കുള്ള ഫുഡ് കൊണ്ടുവരുന്നതിനിടയിൽ അവൾ ഒരു കഫ്തീരിയയിലെ ജോലി ചെയ്യുന്ന പയ്യനെ പരിചയപ്പെട്ടു. എന്നിട്ട് അവളുടെ ഹെഡ്സെറ്റ് എടുത്ത് അവൻ പാട്ട് കേൾക്കാൻ തുടങ്ങി. ഇതെല്ലാം വിൻഡോയിലൂടെ കാണുകയായിരുന്നു സേമി. എന്നിട്ട് ആ പയ്യൻ പറഞ്ഞു, എനിക്കും നിനക്കും ഒരേ മ്യൂസിക് ടേസ്റ്റാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ലിംജിക്കുവിന് ആ പയ്യനെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ലിംജിക്കു അവളുടെ സ്നേഹം ആ പയ്യനോട് പറയാം എന്ന് വിചാരിക്കുന്നു. അതിനായി ഒരു ഗിഫ്റ്റ് ബോക്സിൽ അവനു വേണ്ടി അവൾ ബേക്ക് ചെയ്ത കുക്കീസും മ്യൂസിക് കൺസേർട്ട് ടിക്കറ്റും ഗിഫ്റ്റായി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഗിഫ്റ്റ് ബോക്സ് സേമി കാണുകയും അപ്പോൾ സേമി ലിംജിക്കിനു പണി കൊടുക്കാൻ വേണ്ടി കഫ്തീരിയയിലെ പയ്യനെ കാണുകയും നിന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നിനക്ക് ലിംജിക്കിനെ അല്ല ഇഷ്ടമെന്ന് സേമി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ കഫ്തീരിയയിലെ പയ്യൻ പറയുന്നു, എനിക്ക് ലിംജിക്കിനെ ഇഷ്ടമൊന്നുമല്ല, എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറയുന്നു. ഇതൊന്നും അറിയാതെ ലിംജിക്കു ആ പയ്യന് ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ആ പയ്യൻ പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ കാണാൻ ഒട്ടും കൊള്ളില്ല, നിന്റെ മുഖം കണ്ണാടിയിൽ പോയി നോക്ക്. ഇതെല്ലാം സേമി അവളുടെ ക്യാമറയിൽ പകർത്തും. എന്നിട്ട് അവളുടെ സുഹൃത്തുക്കൾ ഈ ഗിഫ്റ്റ് ബോക്സിലെ സാധനങ്ങളെല്ലാം അവളുടെ തലയിലിടുകയും ചെയ്യുന്നു. ഈ വീഡിയോ സ്കൂൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കണ്ട് വിഷമിച്ച അവൾ ഒരു ബിൽഡിങ്ങിൽ കയറി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു. അതാണ് നമ്മളുടെ കഥാനായകൻ.